ഫ്രണ്ട്സ്, 10th പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള ഒരു 85 ഡേയ്സ് സ്റ്റഡി പ്ലാനാണ് ഇന്നത്തേൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതുവരെ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാത്തവർക്ക് ഇത് ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഒരു ബേസിസിൽ, അതായത് ഇതിൻ്റെ ഒരു മോഡൽ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലൊരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തെടുക്കാൻ കഴിയും. അതുമല്ല, നമ്മൾ ഓരോ വീക്കെൻഡിലും സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ 10th പ്രിലിംസിൻ്റെ ബേസിസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാനും കൂടെ ശ്രമിക്കും കേട്ടോ. ഇതിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഇപ്പോൾ ഇങ്ങനെയുള്ള PSC എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എക്സാംസൊക്കെ കുറേ വരുന്നുണ്ട്, അതിൻ്റെ സ്റ്റഡീസ്. അപ്പോൾ അതിനൊക്കെ ഇടയിൽ മൈൻഡിന് ഒരു റിലാക്സേഷൻ എന്നോണം നമ്മുടെ തന്നെ വേറൊരു ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. പ്രിയ നന്ദനവർണം എന്നാണ് ചാനലിൻ്റെ പേര്. വേറെ ഒന്നുമല്ല, മ്യൂസിക് പ്ലസ് മോട്ടിവേഷൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ചാനലാണ് കേട്ടോ അത്. എല്ലായ്പ്പോഴും അല്ലെങ്കിൽ കൂടി ഇടയ്ക്കൊക്കെ നമ്മൾ അതിലും ചില വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. PSC റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ യാതൊരു കോംപ്രമൈസും വരുത്തില്ല കേട്ടോ. തീർച്ചയായിട്ടും വൃന്ദാവൻ PSC വേൾഡിൽ ഇടുന്നതായിരിക്കും അതിനെക്കുറിച്ചുള്ളത്. താല്പര്യമുള്ളവർ ചാനൽ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി ഒരു 85 ഡേയ്സിലേക്കുള്ള ഒരു സ്റ്റഡി പ്ലാനാണ്. ഒബ്വിയസ്ലി December 28 കണക്കാക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ഡേ തൊട്ടാണ് ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നെക്സ്റ്റ് വീക്കിലേക്ക് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു പ്ലാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് സെറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് വേരിയേഷൻസ് വരുത്തുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണമെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും അതിനനുസരിച്ച് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഇതിൽ യാതൊരു ഇതുമില്ല. പിന്നെ December 28 ആണല്ലോ എക്സാമിൻ്റെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് കൺഫർമേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോ ഫേസസിലായിട്ടായിരിക്കും നടക്കുക. അപ്പോൾ ഒബ്വിയസ്ലി കുറച്ച് എക്സ്ട്രാ ഡേയ്സ് നമുക്ക് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഒരു ദിവസം പഠിക്കുന്നതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ കുറച്ച് അതൊന്ന് മോഡറേറ്റ് ആക്കിയിട്ട് നെക്സ്റ്റ് ഡേയിലേക്ക് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, അത് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിൽ പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ഓരോ ഡേയും കുറേ ഒരു 12 to 13 hours ഇരുന്ന് കണ്ടിന്യൂസ് ആയി പഠിക്കണം എന്നൊന്നുമല്ല. നമ്മൾ പഠിക്കുന്നത് എത്ര മണിക്കൂറാണെങ്കിലും എഫിഷ്യൻ്റ് ആയിട്ടിരുന്ന് പഠിക്കുക. ഭയങ്കരമായിട്ട് ഓവർലോഡ് ചെയ്ത് ഇങ്ങനെ നമ്മളുടെ ആരോഗ്യം നോക്കണം നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു മിനിമം 3 hours 4 hours ഒക്കെ നമ്മൾ തീർച്ചയായിട്ടും പഠിക്കണം അല്ലേ. മിനിമം, അത് ഏറ്റവും ബേസിക് മിനിമമാണ്. ശരിക്കും ഒരു 6 hours ഒക്കെ പഠിച്ചെന്ന് വെച്ചാൽ കുഴപ്പമില്ല. നമ്മളത് രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രി എന്നുള്ള രീതിയിൽ എങ്ങനെയെങ്കിലും കട്ട് ചെയ്ത് 2 എന്നുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ടൊക്കെ ആണെങ്കിലും പഠിക്കാം. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ടുള്ളതാണ്. കൂടുതൽ പഠിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെയും പഠിക്കാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സ്റ്റഡി പ്ലാനിലോട്ട് കിടക്കാം. Day 1 ഇപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ സയൻസ്, അതായത് സയൻസ് വിഷയങ്ങളുണ്ടല്ലോ നമുക്ക് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫിസിക്കൽ സയൻസും നാച്ചുറൽ സയൻസും ആണ് എന്നുള്ളത്. ഫിസിക്കൽ സയൻസിൽ കെമിസ്ട്രിയും ഫിസിക്സും ആയിട്ടാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് സിലബസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ആദ്യം നമ്മളിപ്പോൾ കെമിസ്ട്രിയാണ് എടുത്തേന്ന് വയ്ക്കുക. ആറ്റത്തിൻ്റെ ഘടനയും അത് നമ്മൾ ഫുള്ളി എന്ത് ചെയ്യാണ്, ആ ഒരു ഡേയിൽ നിന്ന് മാക്സിമം നമ്മളിപ്പോൾ ഓൾറെഡി LDCക്കൊക്കെ വേണ്ടി പഠിച്ചതുകൊണ്ട് നമുക്ക് വളരെ ഇതിലായിട്ട് നോക്കേണ്ടി വരില്ല അല്ലേ. കാരണം ഇത് പ്രിലിംസിൻ്റെ ബേസിസിൽ നടക്കുന്നതാണ്. മാത്രമല്ല വളരെ കൂടുതലായിട്ട് നമുക്ക് മെയിൻസിൻ്റെ ആ ഒരു ലെവലിലേക്ക് ഇപ്പോൾ ഇതാക്കേണ്ട ഇത് വരില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റത്തിൻ്റെ ഘടനയും നമുക്ക് ജസ്റ്റ് വായിച്ച് തന്നെ ഇപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഓർമ്മ കിട്ടും. ഓക്കെ, അപ്പോൾ മാക്സിമം ആ ഡേയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അത് സെക്കൻഡ് ഡേയിലേക്ക് അത് കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യത്തിലേക്ക് മാറ്റാം. ഓക്കെ, പിന്നെ മാത്സിൽ നമുക്ക് ഓൾറെഡി അതിൽ പറഞ്ഞിരിക്കുന്ന ബേസിക്, അതായത് അടിസ്ഥാന ക്രിയകൾ, സംഖ്യകളുടെയൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതലും ഇങ്ങനത്തെ പരീക്ഷകളിൽ ചോദിക്കാൻ ചാൻസുള്ള ഏരിയാസ് ആവറേജ്, ശരാശരി, അതുപോലെ തന്നെ ലാഭവും നഷ്ടവും, അതുപോലെ തന്നെ വേറെയും ഉണ്ടല്ലോ മാത്സിൻ്റെ സമയവും ദൂരവും, അതൊക്കെയാണ് നമ്മൾ കൂടുതലും പ്രിഫറൻസ് കൊടുത്ത് പഠിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പല ടൈപ്പ് പ്രോബ്ലംസ് നമ്മളിപ്പോൾ കുറേ എക്സാംസിലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ നമ്മൾ കണ്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ കുറച്ചും കൂടെ സ്ട്രോങ് ആണ്. നമുക്ക് ആക്ച്വൽ വീക്ക് ആയിട്ടുള്ളവരാണെങ്കിൽ ആ ഒരു ഏരിയക്ക് എന്തായാലും നന്നായിട്ട് തന്നെ തുടക്കത്തിലേ കവർ ചെയ്യാൻ ശ്രമിക്കുക. പല ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് കണ്ടുശീലിക്കുക. ഓക്കെ, അപ്പോൾ ശരാശരിയാണ് ഫസ്റ്റ് ഡേയിൽ വെച്ചേക്കുന്നത്. പിന്നെ നാച്ചുറൽ സയൻസ്, അതായത് ബയോളജിയുടെ ആ ഒരു ഏരിയയിൽ നിന്ന് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്. അപ്പോൾ എഗെയിൻ ആ ഒരു ഡേയിൽ അത് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ കുറച്ച് സെക്കൻഡ് ഡേയിലേക്കോ അല്ലെങ്കിൽ തേർഡ് ഡേയിലേക്കോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ഓൾട്ടർ ചെയ്യാം. ഓക്കെ, അതിൽ യാതൊരു തെറ്റുമില്ല. നമുക്ക് അന്നത്തെ ദിവസം എത്രയാണോ അവിടെ വെച്ച് നിർത്തുക, അത് സെക്കൻഡ് ഡേയിൽ കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ തേർഡ് ഡേയിലേക്ക് ഇടവിട്ട ദിവസങ്ങളിൽ വെച്ചിട്ടാണെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോഴും നമുക്ക് അത് ആ ഒരു വീക്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പാകത്തിന് വയ്ക്കുക. ഓക്കെ, ദെൻ നവോത്ഥാന നായകരിൽ ഒരാളെ നമ്മൾ പഠിച്ചു വയ്ക്കുക. പയ്യങ്കാളാണെങ്കിൽ അയ്യങ്കാളിനെ കുറിച്ചുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അല്ലാണ്ട് ഒന്നിൽ കൂടുതൽ പേരെയൊക്കെ പഠിക്കണം എന്നുള്ളത് പറയില്ല. കാരണം എന്ന് വെച്ചാൽ അത് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ കണ്ടു. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ പ്രിയാമ്പിൾ, അതുപോലെ തന്നെ അങ്ങനത്തെയൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്ന കുറേ കാര്യങ്ങൾ, മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ വരുന്ന സ്ഥിരം ക്വസ്റ്റൻസ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഈ പറഞ്ഞതെല്ലാം തന്നെ നമ്മളിപ്പോൾ ഫിസിക്കൽ സയൻസ് ആണെങ്കിലും നാച്ചുറൽ സയൻസ് ആണെങ്കിലും, അതായത് അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ SCRT ചാപ്റ്റേഴ്സ് നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ LDCക്ക് വേണ്ടി ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ് SCRT ചാപ്റ്റേഴ്സ് നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്, ഏതൊക്കെ ചാപ്റ്റേഴ്സിലാണ് അതൊക്കെ മെൻഷൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ ചാപ്റ്റേഴ്സ് ഇതിനും കറസ്പോണ്ടിങ് ആയിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇത് മെയിൻസിനും കൂടെ
ഓക്കെ. ദെൻ കറണ്ട് അഫയേഴ്സ് ഒബ്വിയസ്ലി എല്ലാ ദിവസവും കുറച്ച് നമ്മൾ എന്ത് ചെയ്യാം, പഠിക്കാൻ ശ്രമിക്കുക. ഓർക്കുക, പ്രിലിംസിന് നമുക്ക് ഇംഗ്ലീഷും മലയാളവും ഇല്ല. അപ്പോൾ അത്രയും ഏരിയ നമ്മളിപ്പോൾ കൺസേൺ ആവേണ്ട ആവശ്യമില്ല. പ്രിലിംസ് പാസ്സാകുക എന്നുള്ളതാണല്ലോ ആദ്യം. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം ഒന്ന് നോക്കി വയ്ക്കാം. ഓക്കെ. ഇനി മെയിൻസിന് വേണ്ടിയിട്ടും കൂടെ തയ്യാറെടുക്കണം എന്നുള്ളവർക്ക് ഓക്കെ, ഇംഗ്ലീഷ് മലയാളം എക്സ്ട്രാ ടൈം കിട്ടുകയാണെങ്കിൽ കവർ ചെയ്യാം കേട്ടോ. ഇനി അതിൽ ഓൾറെഡി കുറച്ച് ബേസ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് നോക്കിയാൽ മതി. പിന്നെ സെക്കൻഡ് ഡേയിൽ കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങൾ, ബേസിക് ഫാക്ട്സ്, അത് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ബേസിക് ഫാക്ട്സ്. അപ്പോൾ ഇത് എന്താണ്, നമ്മൾ കാണാതെ അങ്ങനെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ. ലൊക്കേഷൻ, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ അന്നത്തെ ദിവസം തന്നെ ഒന്ന് പറഞ്ഞ് പഠിക്കുക കൃത്യമായിട്ട്. പിന്നെ മൗലികാവകാശങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് മാക്സിമം മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചുള്ളത്. ഓക്കെ. ആ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സും അതിൻ്റെ ഓരോ ആർട്ടിക്കിൾസ് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ എല്ലാ ഡേയ്സിലും, അതായത് ഫിസിക്കൽ സയൻസും നാച്ചുറൽ സയൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ആ സയൻസ് ഏരിയ കുറച്ച് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇതിൽ ഫിസിക്കൽ സയൻസ് ഇപ്പോൾ ഡേ 1 നമ്മൾ കെമിസ്ട്രിയാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഡേ 2 ഫിസിക്സ് റിലേറ്റഡ് ആയിട്ട്, അതായത് ദ്രവ്യവും പിണ്ഡവുമാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ദ്രവ്യവും പിണ്ഡവുമാണ് ഓൾട്ടർനേറ്റ് ആയിട്ട് എടുക്കുക. ഡേ 3 അപ്പോൾ എന്ത് ചെയ്യുക, കെമിസ്ട്രിയുടെ ഒരു പോർഷൻ എടുക്കുക. ഓക്കെ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അനുസരിച്ച് ഓരോ ചാപ്റ്റേഴ്സ് സിലബസിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ചിട്ടുള്ളത് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ. ദെൻ മാത്സിൽ ലാഭവും നഷ്ടവും, അതിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ടൈപ്പ് ഓഫ് പ്രോബ്ലംസും ചെയ്ത് നോക്കുക. അപ്പോൾ എപ്പോഴും എന്താണ്, ഒരു സയൻസിൻ്റെ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്സ് ചെയ്യുക. മാത്സ് ചെയ്തിട്ട് നമ്മളൊന്ന് റിലാക്സ്ഡ് ആയിട്ട് മതി അടുത്ത സയൻസിൻ്റെ ഏരിയ. അതുകൊണ്ടാണ് നാച്ചുറൽ സയൻസ് എന്താണ് നമ്മൾ ആ ഒരു ഇൻ്റർമിക്സ് ചെയ്ത് പറഞ്ഞത്. ഓക്കെ. അതായത് ഫിസിക്കൽ സയൻസിൻ്റെ ഒരു പോർഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്സിൻ്റെ എന്തെങ്കിലും ഒരു ഏരിയ കുറച്ച് കണക്കൊക്കെ ചെയ്തിട്ട് പിന്നെ നാച്ചുറൽ സയൻസ്, അതായത് ബയോളജി ഏരിയയുടെ വിറ്റാമിൻസ് ആൻഡ് ഡെഫിഷ്യൻസി ഡിസീസസ് എന്നുള്ളതിലേക്ക് എത്തിയാൽ. പിന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങളിൽ ആദ്യത്തേത്. ഇപ്പോൾ അതൊക്കെ നമ്മൾ ഓരോന്നോരോന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഓരോന്ന് ഇപ്പോൾ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ട് മെയിൻസിന് LDCയുടെ ആ ഒരു ലെവലിൽ പഠിച്ചതാണ്. അപ്പോൾ ഓരോ മുന്നേറ്റങ്ങളിലും കൃത്യമായിട്ടൊന്ന് ആദ്യത്തേത് ഏതാണ് അത് നോക്കുക. അല്ലെങ്കിൽ 1 2 നോക്കാൻ പറ്റുമെങ്കിൽ 1 2 3 ആ ഒരു ഇതിൽ 3 നോക്കി വെച്ചേക്കുക. ദെൻ കറണ്ട് അഫയേഴ്സ് എല്ലാം ഇപ്പോൾ ഈ പറഞ്ഞ ഡേ 1 to 5 നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. കാരണം കറണ്ട് അഫയേഴ്സ് എപ്പോഴും കുറച്ച് കയറ്റണം നമ്മളുടെ എന്താണ് മൈൻഡിലേക്ക്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടി ഒരു ദിവസം എന്നുള്ളത് ബുദ്ധിമുട്ടാകും. ഓക്കെ. അപ്പോൾ കുറച്ച് അത്യാവശ്യം നമ്മൾ കയറ്റണം. പിന്നെ ഡേ 3 ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ജോഗ്രഫി എന്ന് പറയുന്നത് ഇന്ത്യൻ ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യയുടെ പൊസിഷനിങ് ഇപ്പോൾ എന്താണ് നമുക്കറിയാലോ, ഇന്ത്യ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ, അതിൻ്റെ കാര്യങ്ങൾ, അതുപോലെ എന്താണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതൊരു 10th ബേസ്മെൻറ്റിൽ നടക്കുന്നതാണ്, പ്രിലിംസ് ആണ്. പിന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓൾറെഡി കണ്ടു കഴിഞ്ഞതുകൊണ്ട് നമ്മളിനി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിലോട്ട് പോകാം. എന്താണോ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് ആ ഏരിയാസ് മാക്സിമം കവർ ചെയ്യുക. ഓക്കെ. ദെൻ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കൽ സയൻസിൽ നിന്ന്, അതായത് ഓൾട്ടർനേറ്റ് ആയിട്ട്, അതായത് നമ്മൾ മുൻപത്തെ ദിവസത്തിൽ ഫിസിക്സ് കണ്ടുകൊണ്ട് പിന്നെ ദിവസത്തിൽ കെമിസ്ട്രി, ആ അയിരുകളും ധാതുക്കളും അതിനെ സംബന്ധിച്ച മിനറൽസും ഓവ്സും, പ്രധാനപ്പെട്ട മിനറൽസ് ഓവ്സ് ഏതൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് അപ്പോൾ അത്യാവശ്യം അത് നമുക്ക് വീണ്ടും നോക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ അത് നമ്മൾ പഠിക്കുക. ദെൻ മാത്സിൻ്റെ സമയവും ദൂരവും, ഇത് ഏറ്റവും മാത്സിൻ്റെ ഏറ്റവും ടഫായിട്ടുള്ള കാര്യങ്ങളാണ്, ഈ ലാഭവും നഷ്ടവും സമയവും ദൂരവും ഒക്കെ. അപ്പോൾ അത് നല്ലോണം നോക്കുക. പിന്നെ ബയോളജിയിലെ രോഗങ്ങളും രോഗകാരികളും, നമുക്ക് ജീവകങ്ങളും അവരിയാത്ത രോഗങ്ങളും ഒരു ദിവസം കൊണ്ട് ഏകദേശം കവർ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്നതാണ് അതൊക്കെ. എന്നാലും കഴിയാത്തൊരു അടുത്ത ഡേയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാതെ നവോത്ഥാന നായകരിലെ അടുത്ത ആൾക്കാരെ കുറച്ച് ഇപ്പോൾ 1 2 പഠിച്ചു വയ്ക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ പഠിച്ചു വയ്ക്കാം. അല്ലെങ്കിൽ ഒരാളെന്നുള്ള രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ കാര്യം നോക്കാം കേട്ടോ. എപ്പോഴും എല്ലാ ആൾക്കാരെയും പഠിക്കുന്നതിനേക്കാളും നല്ലത് കൂടുതൽ ചോദിച്ച് കണ്ടു വന്നിട്ടുള്ള ആൾക്കാരെക്കുറിച്ച് മാക്സിമം ഡാറ്റ കളക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ദെൻ കറണ്ട് അഫയേഴ്സ്. ഇനി ഡേ 4 കേരളത്തിലെ നദികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നദികൾ എന്ന് പറയുന്നതിൽ എല്ലാ 44 നദികളെക്കുറിച്ചും നമുക്ക് എല്ലാ കാര്യങ്ങളൊന്നും പഠിക്കാൻ പറ്റില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട നദികളുണ്ട്. ഓക്കെ. പെരിയാർ, ഭാരതപ്പുഴ, ചാലക്കുടി പുഴ, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ആ ബേസിക്കായിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് നദികളുണ്ട്. ആ ഒരു നദികളെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാക്സിമം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. കാരണം ഇത് നമുക്ക് മറന്നു പോകാനും കൺഫ്യൂഷനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നദികളിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ കുറച്ച് നദികളെ നോക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അത് അടുത്ത ഡേയിലേക്ക് മാറ്റാം. എങ്ങനെ വേണമെങ്കിലും ആ ഒരു ഇതിലേക്ക് ചെയ്യാം. അല്ലെങ്കിൽ വീക്കെൻഡിൽ കംപ്ലീറ്റ് ചെയ്താലും മതി. ഓക്കെ. നമ്മളിപ്പോൾ കുറച്ച് ഇതിലാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ കുറച്ച് നദികളെക്കുറിച്ചുള്ളത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ എങ്കിൽ ബാക്കിയുള്ളതിൻ്റെ നമുക്ക് വീക്കെൻഡിൽ കവർ ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ അടുത്ത ഡേയിലേക്ക്. ദെൻ ഇന്ത്യൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ മുന്നേറ്റങ്ങൾ അതും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കണമല്ലോ നമ്മൾ. അതിൽ നിന്നും ഉള്ള കേരളത്തിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹിസ്റ്ററിയും കൂടെ നമ്മളൊന്ന് നോക്കി പോകണം. ദെൻ ഫിസിക്കൽ സയൻസിൽ പ്രവൃത്തിയും ഊർജ്ജവും, പിന്നെ മാത്സിൽ ലെസാഗു എന്നുള്ള ആ ഒരു ഏരിയ മാത്രം എടുത്ത് പല ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ദെൻ നാച്ചുറൽ സയൻസിൽ നിന്ന് രോഗങ്ങളും രോഗകാരികളും, പിന്നെ നമ്മുടെ റീസണിങ് എബിലിറ്റിയുടെ വേണ്ടിയിട്ട് റീസണിങ്ങിന് ശ്രേണികളാണ് എപ്പോഴും ഒത്തിരി ബുദ്ധിമുട്ടുള്ളൊരു ഭാഗം കേട്ടോ. അപ്പോൾ റീസണിങ്ങിലും ബാക്കിയൊക്കെ നമുക്കൊരു പൊസിഷനിങ്ങിൻ്റെ ആണെങ്കിലും പൊസിഷൻ കണ്ടുപിടിക്കാനാണെങ്കിലും ബന്ധങ്ങൾ കണ്ടുപിടിക്കാനൊക്കെ
മിക്കവർക്കും എളുപ്പമായിരിക്കും, എളുപ്പമല്ലാത്തവരും ഉണ്ടാവട്ടെ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ടഫ്നെസ് ഏത് ഏരിയയിലാണോ ആ ഏരിയ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ സീരീസ് ഇട്ടത് ജനറലി എല്ലാവർക്കും സീരീസ് ഇത്തിരി ഒന്ന് ആലോചിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ കൂടുതൽ കണ്ടറിഞ്ഞാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഡേ 4 അത് ഉൾപ്പെടുത്തിയത്. ദെൻ കറണ്ട് അഫയേഴ്സ്. പിന്നെ ഡേ 5 ഇന്ത്യൻ അതിർത്തികൾ, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, ആ ഒരു ഭരണഘടന ഏരിയയിൽ നിന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ, ഇൻഫർമേഷൻ കമ്മീഷൻ, അങ്ങനെ കമ്മീഷനുകൾ ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്നൊക്കെ പ്രധാനപ്പെട്ടത് വയ്ക്കുകയാണല്ലോ. ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല, NHRC ഞാൻ പറഞ്ഞതാണ്. ജനറലി കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നോൺ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ ഇത് പറഞ്ഞാലും അതിനപ്പുറത്തുള്ളതും ചോദിക്കാമല്ലോ. അപ്പോൾ NHRC അവർ പറഞ്ഞിട്ടുള്ള ഏരിയ ആദ്യം നോക്കുക. ദെൻ എക്സ്ട്രാ നമുക്ക് നോക്കേണ്ടത് നോക്കാം. ഓക്കെ, ദെൻ ഫിസിക്കൽ സയൻസിലെ മൂലകങ്ങളും അവയുടെ വർഗ്ഗീകരണവും, ദെൻ മാത്സ് ഉസാഗ. ദെൻ അപ്പോൾ ഇവിടെ ഒരു ടൈപ്പിംഗ് എറർ ഉണ്ട് കേട്ടോ, ഉസാഖയാണ്. ഓക്കെ, HCF ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. ഫ്രാക്ഷൻസിൻ്റെയൊക്കെ HCF കാണുന്നതും LCM കാണുന്നതും ഒക്കെ ഒന്ന് നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇനി അങ്ങനത്തെ ഏരിയാസിൽ നിന്നൊക്കെ ചോദിക്കാം. ഓക്കെ, ദെൻ ഇതിൻ്റെ ബാക്കി കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളാണ് നാച്ചുറൽ സയൻസിൽ, അത് നല്ലവണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡേ 4 ഡേ 3 പെൻഡിങ് ആയ രോഗങ്ങളും രോഗകാരികളും തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളും പിന്നെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങൾ, ഇതൊക്കെ ഓരോ ഏരിയാസിന് സ്പെസിഫൈ ചെയ്ത് ഇന്നതെന്ന് പറഞ്ഞിരുതാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ എന്തൊക്കെയാണെന്ന് നമുക്കിപ്പോൾ ഓൾറെഡി അറിയാം. ഓക്കെ, LDCക്ക് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്താണ് ഇപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ വരും, ഏതൊക്കെ മൂവ്മെൻറ്റ്സ് ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ ആ പ്രസ്ഥാനങ്ങൾ കൃത്യമായിട്ടൊന്ന് നോക്കാം. എഗൈൻ പറയുന്നു, ഇതൊറ്റ ദിവസം കൊണ്ടെല്ലാം തീരുന്നു പറയുന്നില്ല. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളാണെങ്കിലും ഇപ്പോൾ നദികൾ കണ്ടതാണെങ്കിലും ഒന്നും അങ്ങനെ അപ്പം തീരില്ല. നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ കുറച്ച് ആ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ കുറച്ച് ആണെങ്കിൽ ആ ഒരു ഏരിയ കുറച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഡേ 6 എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ വിട്ടുപോയ ടോപ്പിക്സ് എന്ത് ചെയ്യുക, കവർ ചെയ്യുക. നമ്മൾ വീക്കെൻഡാണ് കണക്കാക്കുന്നത്. ഓക്കെ, വീക്കെൻഡിൽ എന്തൊക്കെയാണ് നമ്മൾ ആ ഒരു ഡേ 1 to 5 കവർ ചെയ്യാൻ പറ്റാതെ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോയപ്പോൾ ടോപ്പിക്സ് പെൻഡിങ് ആയിട്ടുള്ളത് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു സെക്ഷൻ ആണെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളിൽ കുറേ ഉണ്ട് അല്ലേ, അതെല്ലാം കൂടെ ചിലപ്പോൾ നമുക്ക് ഒരു ദിവസം പറ്റില്ല. പക്ഷേ നമ്മുടെ ഏതെങ്കിലും ഒരു മൂവ്മെൻറ്റ് വെച്ചിട്ട് അതിനെക്കുറിച്ചുള്ള വെച്ചിട്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാം. ബാക്കി നമുക്ക് അടുത്ത ഡേയിൽ അടുത്ത വീക്കിലോട്ട് പ്ലാൻ ചെയ്യാം. ഓക്കെ, അത്രയേ ഉള്ളൂ. എന്തായാലും ആ ഒരു ഏരിയ കഴിഞ്ഞിട്ട് അടുത്ത ഏരിയയിലോട്ട് പോകും. അപ്പോൾ സെക്കൻഡ് വീക്കിലേക്ക് വീണ്ടും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങൾ ബാക്കി കണ്ടിന്യൂഷൻ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി എന്തെങ്കിലും പ്രധാനപ്പെട്ട ഏരിയാസ് കവർ ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്നുകൂടെ കവർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് കവർ ചെയ്യുക. ദെൻ കറണ്ട് അഫയേഴ്സും ആ ഒരു വീക്കിലെ കാര്യങ്ങളിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അത് കവർ ചെയ്യുക. ദെൻ റിവൈസ് ചെയ്യുക. ഇത്രയും ഡേ 1 to 5 നമ്മൾ എന്തൊക്കെ പഠിച്ചോ അതൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യുക. ഈ റിവിഷൻ ഡേ 6 നമുക്ക് ഒറ്റയടിക്ക് ഡേ 1 to 5 പഠിച്ച കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് ഡേ 6, 7 അതായത് വീക്കെൻഡ് ആ ഒരു കാര്യങ്ങളിൽ 2 ദിവസങ്ങളിലായിട്ട് റിവിഷൻ കട്ട് ചെയ്ത് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, മോക്ക് ടെസ്റ്റും കൂടെ ചെയ്യാം. മോക്ക് ടെസ്റ്റ് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് സിമ്പിളായിട്ടെന്നല്ല നമുക്ക് കിട്ടുമല്ലോ കുറേ മോക്ക് ടെസ്റ്റുകൾ, അതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ പഠിച്ച ഏരിയാസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും ബെറ്റർ ആയിട്ട്. ഓക്കെ, ദെൻ ഡേ 7 എന്ത് ചെയ്യുക, അഗൈൻ റിവിഷൻ, സെക്കൻഡ് റിവിഷൻ എന്നല്ല ആദ്യത്തെ, അതായത് ഡേ 6 കംപ്ലീറ്റ് ചെയ്യാതെ വെച്ച ബാക്കിയും കൂടെ റിവൈസ് ചെയ്യുക. ആ ഒരു റിവിഷൻ നന്നായിട്ട് തന്നെ ചെയ്യുക. കാരണം എന്നാലേ നമ്മുടെ മെമ്മറിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ കാര്യങ്ങൾ. ദെൻ കറണ്ട് അഫയേഴ്സ് ജസ്റ്റ് ഇട്ടുന്നുള്ളൂ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഡേ 6 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ നമുക്ക് ഡേ 7 കംപ്ലീറ്റ് ചെയ്യാം. ദെൻ PYQs സോൾവ് ചെയ്യാം. PYQs നന്നായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് ഒരു സമയം കൊടുക്കുക. അത് ഡേ 7 കൊടുക്കുക. ഇപ്പോൾ സൺഡേ ആണെങ്കിൽ, ഇപ്പോൾ മൺഡേ തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 7th ഡേ എന്ന് പറഞ്ഞാൽ സൺഡേ ആണല്ലോ. സൺഡേയിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി സോൾവ് ചെയ്യുക. അത് ഒരെണ്ണം നമ്മളിപ്പോൾ 1-2 ഒക്കെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ വേണമെങ്കിലും ആ പ്രീവിയസ് ഇയർ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസും കൂടെ മനസ്സിലാവും. നമ്മൾ അന്ന് കണ്ട ക്വസ്റ്റ്യൻ പേപ്പർ ആ ക്വസ്റ്റ്യൻസും നമ്മൾ പഠിച്ചു വയ്ക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വീക്കിലെ സ്റ്റഡി പ്ലാൻ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യാം. എന്തൊക്കെ ഇനി ബാക്കി, അതായത് ഫസ്റ്റ് വീക്കിലെ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തതിൽ നിന്ന് ഇനി എന്തൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്തണം, അല്ലെങ്കിൽ എന്തൊക്കെ ഇനി കണ്ടിന്യൂ ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷൻസ് അറേഞ്ച് ചെയ്ത് ചെയ്യണം എന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീക്ക് സ്റ്റഡി പ്ലാൻ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്താൽ കുറച്ചും കൂടെ നമുക്ക് പഠനം രസകരവുമാകും. അതായത് അത്ര ഭയങ്കര ഹാർഷായിട്ട് തോന്നില്ല, വളരെയധികം ഹെക്ടിക്കായിട്ട് തോന്നില്ല, ഒന്നും കംപ്ലീറ്റ് ആവണില്ല എന്നുള്ളൊരു തോന്നൽ വരില്ല. നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോഴത്തേക്കും പറയുന്നു, ഇതെൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് പറഞ്ഞേക്കണതാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ വേരിയേഷൻസ് വരുത്താം. മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എക്സാമിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് ചെയ്യാം. എന്നിട്ട് വീക്ക്ലി റിവിഷനും കൂടാതെ നമുക്ക് മന്ത്ലി റിവിഷനും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം, അതായത് ഇപ്പോൾ ഇതനുസരിച്ച് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഡേ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇന്ന് October 4th, ഇന്ന് ഫ്രൈഡേ ആണ്. ഫ്രൈഡേ സാറ്റർഡേ സൺഡേ എന്നുള്ള രീതിയിൽ ഇതിപ്പോൾ ഡേ 1 തുടങ്ങണമെന്നില്ല. ഫ്രൈഡേ സാറ്റർഡേ സൺഡേ നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇതുവരെ നടന്ന ഏരിയാസ്, സിലബസ് ഒന്ന് നോക്കുക കൃത്യമായിട്ട് ഏതൊക്കെയാണ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. കുറച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. കുറച്ച് കറണ്ട് അഫയേഴ്സ് ഈ 3 ദിവസങ്ങളിൽ നല്ലോണം നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് കാര്യങ്ങളൊന്നും മാറിക്കിട്ടുമല്ലോ. അതായത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറച്ച് നമുക്ക് ചോദ്യങ്ങൾ കൂടുതൽ കാണും. ചോദ്യങ്ങൾ കൂടുതൽ കാണുമ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്ത് പഠിക്കാൻ നോക്കുമ്പോൾ ഈ ഏരിയയിൽ നിന്നാണല്ലോ വന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഈ ഏരിയയിൽ നിന്നാണല്ലോ അതിലേക്ക് എന്താണ്
അതിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഈ ഒരു 3 ദിവസം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഏരിയ നന്നായി പഠിക്കേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു 3 ദിവസം കറണ്ട് അഫയേഴ്സിനും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വേണമെങ്കിൽ മാത്സ് പ്രോബ്ലംസ് കൂടുതലും നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ എക്സാമിൻ്റെയൊക്കെ മാത്സ് പ്രോബ്ലംസ് കിട്ടാത്തൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പല ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് എക്സാമിന് വന്നത് അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്നുള്ളതൊന്നും നമ്മളുടെ ആ ഒരു സ്റ്റഡി പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം അതൊക്കെ ബേസിക്കല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഈ 3 ദിവസങ്ങളിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം, കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക. നല്ല രീതിയിൽ തന്നെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഒരു 85 ഡേയ്സ് കണക്കാക്കിയാണ് എടുത്തെങ്കിൽ എന്തായാലും ഒബ്വിയസ്ലി ഒരു എക്സ്ട്രാ ടൈം കുറച്ച് പേർക്ക് എക്സ്ട്രാ ഡേയ്സ് എന്തായാലും കിട്ടും കുറച്ച്, കാരണം 28th ഫസ്റ്റ് ഫേസിൽ ഒരു കുറച്ച് പേർക്കായിരിക്കുമല്ലോ എക്സാം. അപ്പം അതിനനുസരിച്ച് നന്നായി തന്നെ പഠിക്കുക. പ്രിലിംസ് ആണ്, നമുക്ക് ജസ്റ്റ് പാസ്സാവുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കടമ്പ എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വിട്ട് കളയാതിരിക്കുക, അത് മാക്സിമം ഇതാക്കുക. ഈ 3 ദിവസങ്ങളിൽ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കറണ്ട് അഫയേഴ്സും മാത്സ് പോലത്തെ കാര്യങ്ങളുമൊക്കെ നല്ലവണ്ണം ഒന്ന് ഇതാക്കാൻ ശ്രമിക്കാം. ഇനി ഏതൊക്കെയാണ് അപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാകും കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ്, അതായത് ഇനി വരുന്ന സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ വീക്കെൻഡുകളിൽ നമ്മൾ ഈ 10th പ്രിലിംസിൻ്റെ ബേസിസിൽ ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മോക്ക് ടെസ്റ്റുകൾ പോലെ എന്നുള്ള രീതിയിൽ അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ പുതിയതായിട്ട് കാണും, കറണ്ട് അഫയേഴ്സൊക്കെ ഉൾപ്പെടുത്തി അങ്ങനെ. ഓക്കെ, സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ നമ്മൾ നെക്സ്റ്റ് വീക്കോട്ട് എന്ത് ചെയ്യാം, ഓരോ മോക്ക് ടെസ്റ്റുകൾ ഇങ്ങനെ കുറച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് അപ്ലോഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും. കൂടുതൽ ചോദ്യങ്ങൾ കാണുക അല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.